എല്ലാവർക്കും ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് 1201 ആണ്ട് വൃശ്ചിക മാസം 12-ാം തീയതി, അതേപോലെ 28/11/2025 വെള്ളിയാഴ്ച. നമ്മുടെ മണ്ഡലകാലം സമയമാണ്. എല്ലാവരും ഭക്തിയിൽ മുഴുകിയിരിക്കുന്ന സമയമാണ്. അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ പരിപാടി തുടങ്ങാം. മഹാക്ഷേത്രങ്ങളിലൊക്കെയുള്ള ഉത്സവങ്ങളിൽ പങ്കെടുക്കാനായി മനസ്സൊക്കെ തയ്യാറാക്കി എല്ലാവരും ഇരിക്കുക. ഈശ്വര പ്രാർത്ഥനയാണ് നമ്മുടെ ഏറ്റവും വലിയ പരിഹാരം. ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ദിവസം തുടങ്ങാം. എല്ലാവർക്കും നല്ല ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആദ്യമായി നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാല്. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം പ്രതീക്ഷിച്ചിരിക്കാത്ത ചില നിർഭാഗ്യങ്ങൾ വന്ന് സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിലാണ് ആ ബുദ്ധിമുട്ടുകൾ വന്ന് ഭവിക്കാൻ സാധ്യതയുള്ളത്. അമിത ചെലവോ പ്രതീക്ഷിച്ച ധനം കിട്ടില്ല എന്നൊരു ആശങ്കയൊക്കെ വന്ന് സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. ബാങ്ക് ഇടപാടുകളിൽ ചില പ്രശ്നങ്ങൾ വന്ന് ഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. ശാരീരിക ക്ലേശങ്ങൾക്കും സാധ്യത കാണുന്ന ഒരു ദിവസമാണ്. മാനസിക പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും സാധ്യതയുണ്ട്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങളൊക്കെ കുറച്ച് അനുകൂലമായി വരുന്നതായി കാണുന്നുണ്ട്. എങ്കിലും ഇന്നത്തെ ദിവസം അത്ര തന്നെ മനസ്സമാധാനം ഉണ്ടാകുന്നൊരു ദിവസമായിരിക്കില്ല. എന്നാൽ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷകരമായ സമാധാനപരമായൊരു ദിവസമായി കാണുന്നു. ദൂരയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ദിവസമായിരിക്കും ഇന്ന്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ഉദ്യോഗാർത്ഥികൾക്ക് നിരാശ ഉണ്ടാകും വിധം ചില അനുഭവങ്ങൾ ഉണ്ടായേക്കാം. മത്സര പരീക്ഷകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രതീക്ഷകൾ വരുന്ന ഒരു ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിച്ച് നോക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ മെച്ചപ്പെട്ട ഒരു ദിവസമാണെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ചില മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അതെല്ലാം വൃഥാവിലാണ് എന്ന് മനസ്സിലാക്കി വൈകുന്നേരത്തോടു കൂടി ശാന്തത ലഭിക്കുന്ന ദിവസമാണ്. 3 ഘട്ടങ്ങളിലായി 3 അനുഭവങ്ങളാണ് വരുന്നത്. സാമ്പത്തികമായി ചില അപ്രതീക്ഷിതമായ ചിലവുകൾ വരാൻ സാധ്യതയുള്ളതൊഴിച്ചാൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഈ കൂറുകാർക്ക് കാണുന്നില്ല. എന്നാൽ ദൂരയാത്രയ്ക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നില്ല. വാഹനാദികൾക്ക് ചില റിപ്പയർ വരാനും അതുമൂലം ധനനഷ്ടം വരാനും ഒക്കെ സാധ്യത കാണുന്നു. പുതിയ വാഹനങ്ങൾ വാങ്ങുവാനോ വിൽക്കുവാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കും ചെറിയ നഷ്ടങ്ങൾ നേരിടേണ്ടതായിട്ട് കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിട്ട് കാണുന്നു. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുവാനും പ്രതീക്ഷിച്ച പല കാര്യങ്ങളും നേടുവാനുമൊക്കെ സാധ്യതയുണ്ട്. ദൂരയാത്രയ്ക്കുള്ള സാധ്യത തെളിഞ്ഞു കാണുന്നു. ശാരീരിക ക്ലേശങ്ങളുള്ളവർക്ക് അത് ശമിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ബന്ധുമിത്രാദികളിൽ ചിലർക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉള്ളത് കണ്ടിട്ട് മനപ്രയാസം ഉണ്ടാകാനായിട്ട് സാധ്യത ഉണ്ട്. ധനച്ചെലവിനും സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. എന്നാൽ അത് വളരെ പ്രയോജനപ്രദമായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. വസ്തു വാങ്ങാനോ ഗ്രഹനിർമ്മാണത്തിനോ ഗ്രഹത്തിൻ്റെ പുനരുദ്ധാരണത്തിനോ അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും വസ്തുക്കൾ ഗ്രഹോപകരണങ്ങൾ വാങ്ങാനോ ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ പങ്കാളിക്ക് അത്ര നല്ല ഒരു ദിവസമായിരിക്കില്ല. ശാരീരിക ക്ലേശങ്ങളും പങ്കാളിയുടെ സംഘർഷങ്ങളുമൊക്കെ കണ്ട് നമുക്ക് കുറച്ച് ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർത്തു എന്നുള്ള ഒരു മാനസിക സംതൃപ്തി ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ ചില കലഹങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധ്യത ഉള്ളതായി കാണുന്നില്ല. ചില പ്രത്യേക സാഹചര്യങ്ങൾ മൂലം സംഘർഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് കലഹത്തിനും കേസ്, വഴക്ക് തുടങ്ങിയ കാര്യങ്ങൾക്കുമൊക്കെ ഇടപെടേണ്ടതായി ഒരു സാഹചര്യം തെളിഞ്ഞു വരുന്നു. ഏറ്റവും അടുത്തിരിക്കുന്ന ആൾക്കാർ ഉപദ്രവകരമായി വിപരീതമായി പെരുമാറാൻ സാധ്യത ഉള്ളത് കണ്ട് മനപ്രയാസം ഉണ്ടാകാനുമൊക്കെ സാധ്യത കാണുന്നുണ്ട്. അലസതയും മടിയും എല്ലാം കൊണ്ട് പല കാര്യങ്ങളും മുടങ്ങിപ്പോകുവാനും സാധ്യത കാണുന്നു. മടിയും ആലസ്യവും ഉണ്ടാകുമ്പോൾ നമ്മൾ എത്രയും ആത്മസംയമനത്തോടു കൂടി
വളരെ ഊർജ്ജസ്വലരാകാൻ വേണ്ടി എക്സർസൈസുകൾ, യോഗ ഇതെല്ലാം ചെയ്യേണ്ടത് ആവശ്യമാണ്. പ്രകാരം മടി മൂലം പല സാഹചര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയേക്കാം. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കില്ല ഉച്ചവരെ. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വളരെ അനുകൂലമായ ദിവസമായി കാണുന്നു. കച്ചവടക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ലാഭകരമായ കച്ചവടങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. എന്നാൽ നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് നിരാശ ജനിക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് പ്രതികൂലമായ മറുപടി ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. അതേപോലെ സ്വന്തപ്പെട്ട ആളുകളിൽ നിന്ന് അപ്രതീക്ഷിതമായ ചില വിപരീതമായ അല്ലെങ്കിൽ നെഗറ്റീവ് അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ അപ്രോച്ചോ സമീപനങ്ങളോ ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യത കാണുന്നു. വളരെ ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരേര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായി കാണുന്നു. വളരെ നാളുകളായി അനുഭവിച്ചുകൊണ്ടിരുന്ന ചില പ്രശ്നങ്ങൾക്ക്, ബുദ്ധിമുട്ടുകൾക്കൊക്കെ പരിഹാരം ലഭിക്കുന്ന ദിവസമാണ്. വിവാഹാധികാരങ്ങൾക്കുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങിക്കിട്ടുന്ന ദിവസമാണ്. ഗ്രഹാരംഭത്തിനോ ഗ്രഹം മോടി പിടിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ വസ്തു വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ഒക്കെ അനുകൂലമായ ഒരു സാഹചര്യം തെളിഞ്ഞു വരുന്നതാണ്. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ കണ്ടകശനിക്കാലമായതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ധനപരമായ ഇടപാടുകൾ നടത്തേണ്ടതാണ്. സ്വകാര്യ സ്ഥാപനങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർക്ക് നഷ്ടം വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. സാമ്പത്തികമായ ഏതിടപാടുകൾക്കും ഇന്ന് പറ്റിയ ദിവസമായിരിക്കുകയില്ല. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം സാമ്പത്തികമായി ചില മെച്ചങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ബിസിനസ് ചെയ്യുന്നവർക്ക് നഷ്ടമുള്ളതായി കാണുന്നു. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ചില സാമ്പത്തികമായ സഹായഹസ്തങ്ങൾ നീണ്ടുവരുന്നതായി കാണുന്നുണ്ട്. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്കും ആശ്വാസകരമായ ചികിത്സാ രീതി സ്വീകരിക്കാനായിട്ട് സാധ്യതയുണ്ട്. യോഗ, ജിം തുടങ്ങിയ ഫിസിക്കൽ എക്സർസൈസ് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്കൊക്കെ ഇന്നത്തെ ദിവസം ചില അപകടങ്ങൾ, വീഴ്ചകളൊക്കെ സംഭവിക്കുവാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. ദൂരയാത്രയ്ക്ക് പറ്റിയ ദിവസമായിരിക്കുകയില്ല. കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് അനുകൂലമായ ചില സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന് ഉറപ്പ് കിട്ടുന്ന ദിവസമായിരിക്കും. മലഞ്ചരക്ക് വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഇന്ന് അനുകൂലമായ ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. മത്സ്യബന്ധനം അല്ലെങ്കിൽ മാംസാദി വ്യവഹാരമൊക്കെ നടത്തുന്നവർക്ക് ഇന്നത്തെ ദിവസം അത്ര അനുകൂലമായി കാണുന്നില്ല. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും. ശാരീരികമായുണ്ടായിരുന്ന ക്ലേശങ്ങൾക്കൊക്കെ ശമനം ലഭിക്കുന്ന ദിവസമാണ്. വളരെ സന്തോഷം ലഭിക്കുന്നതും വിശ്രമം ലഭിക്കുന്നതുമായൊരു ദിവസമായിരിക്കും. പല കാര്യങ്ങൾക്കും വ്യത്യസ്തമായ ഒരു തീരുമാനം കൈക്കൊള്ളുകയും അനുകൂലമായി വരികയും ചെയ്യുന്നൊരു ദിവസമായിരിക്കും. യാത്രകളും അലച്ചിലും ഒഴിവാക്കാൻ സാധിക്കുകയില്ലെങ്കിലും അത് സന്തോഷകരമായ കാര്യത്തിന് വേണ്ടിയായിരിക്കും ഉണ്ടാവുക. സന്താനങ്ങളെക്കുറിച്ചുള്ള ആകാംക്ഷ ഒരു പരിധിവരെ പരിഹരിക്കുന്നതാണ്. സന്താനങ്ങൾ ഉണ്ടാകാനായി ആഗ്രഹിക്കുന്നവർക്കും കാത്തുനിൽക്കുന്നവർക്കും അനുകൂലമായ ഒരു റിസൾട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസവുമായിരിക്കും ഇന്ന്. എല്ലാ മേഖലയിലും പെട്ടവർക്കും ഇത് ബാധകമാണ്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ ബന്ധുമിത്രാദികളുടെ ളുമായുള്ള കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം നടക്കാത്തത് കൊണ്ട് കുറച്ച് മനക്ലേശങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകുന്ന ദിവസമാണ്. സാമ്പത്തികമായി നേട്ടങ്ങളുണ്ടാകുന്ന ഒരു ദിവസമാണ്. പുതിയ ഗ്രഹം വാങ്ങാനോ അല്ലെങ്കിൽ നിർമ്മിക്കാനോ ഒക്കെ സാധ്യത തെളിഞ്ഞു വരുന്ന ദിവസമാണ്. വിവാഹാധികാരികൾക്ക് തീരുമാനമുണ്ടാകുന്ന ദിവസമാണ്. കമിതാക്കൾക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കുമെന്ന്. ശുദ്ധ മനസ്സോടുകൂടി എല്ലാ പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് വരും. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഇന്ന് വളരെ അനുകൂലമായ ദിവസം ആയിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം.
മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ശാരീരികമായ ചില ക്ലേശങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. മാനസികമായ സംഘർഷങ്ങൾ അധികരിക്കാൻ സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്ന ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ ഉറ്റവർക്ക് ജോലി നഷ്ടപ്പെട്ടു എന്ന വാർത്ത വരുവാനോ അല്ലെങ്കിൽ ജോലി ലഭിക്കുകയില്ല എന്ന വാർത്ത വരുവാനോ ഒക്കെ സാധ്യതയുള്ള ദിവസമാണ്. നിരാശപ്പെടാതെ പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോവുക. കാര്യങ്ങൾ അനുകൂലമായി തന്നെ സംഭവിക്കുവാൻ നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ദൂരദേശത്തേക്ക് യാത്ര പോകുന്നവർക്ക് തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. യാത്രകളെല്ലാം തന്നെ വളരെ ദുഷ്കരമായി കാണുന്നു ഇന്നത്തെ ദിവസം. അതേപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റാളുകൾക്കൊക്കെ ഇന്നത്തെ ദിവസം പ്രതികൂലമായ ചില അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കേസ്, വഴക്ക് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും അതിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം പ്രതികൂലമായ ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായി കാണുന്നുവെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. പല കാര്യങ്ങൾക്കും പ്രയാസമുണ്ടായിരുന്ന കാര്യങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താൻ സാധ്യതയുള്ള ദിവസമാണ്. ഗൃഹനിർമ്മാണത്തിനോ ഗൃഹം മോടി പിടിപ്പിക്കുന്നതിനോ ഒക്കെ സാധ്യതയുള്ള ദിവസമാണ്. ധനനഷ്ടം ഒഴിവാക്കാൻ സാധിക്കുകയില്ല. ഇന്ന് വാങ്ങുന്ന എല്ലാ സാധനങ്ങളിലും എല്ലാ വസ്തുക്കളിലും ചില നഷ്ടങ്ങൾ നേരിട്ടതായി മനപ്രയാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ലോകനിർമ്മിതമായ വസ്തുക്കൾ കച്ചവടം നടത്തുന്നവർക്ക് അല്ലെങ്കിൽ ആയുധങ്ങൾ കച്ചവടം നടത്തുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. സന്താനങ്ങൾക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതികാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ ശാരീരികമായ സന്തോഷം ഉണ്ടാകുന്ന ഒരു ദിവസമല്ല. എന്നാൽ മാനസികമായി സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകുന്ന ദിവസമാണ്. മാനസിക പിരിമുറുക്കം ഉണ്ടാകുന്ന ദിവസമാണെങ്കിലും വളരെ സന്തോഷമുണ്ടാകുന്ന ദിവസമാണ്. ജീവിതത്തിൽ വളരെയധികം ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ടാകുന്ന ദിവസമായിരിക്കും. അതുപോലെ സന്താനങ്ങളെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുവാനോ അല്ലെങ്കിൽ സന്താനങ്ങൾ ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നതിന് ഫലം ലഭിക്കുവാനോ മാതാപിതാക്കളുടെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കയില്ലാത്ത ചില അനുകൂലമായ മറുപടികൾ ലഭിക്കുകയൊക്കെ ചെയ്ത് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ദിവസമാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ദിവസമായിരിക്കും. അധ്യാപകർക്കും അനുകൂലമായ ദിവസമാണ്. എന്നാൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലമായ ദിവസമല്ല. നിങ്ങൾ കണ്ടകശനി അല്ലെങ്കിൽ ഏഴരശനി അനുഭവിക്കുന്ന എല്ലാ ആൾക്കാരും ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. എല്ലാ വിശ്വാസക്കാർക്കും അവരവരുടെ വിശ്വാസപ്രകാരം ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ നടത്തുന്നത് വളരെ നന്നായിരിക്കും. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവരെയും ഈശ്വരൻ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.